ബഫൂണായിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ജോക്കറായിട്ട്. അവരുടെയൊക്കെ ഒരു ശമ്പളം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഞെട്ടലുണ്ടാകും. ഇന്നത്തെ സമയത്ത് ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല ആക്ച്വലി. നമ്മുടെ മനസ്സിൽ വരും എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ ആയിക്കൂടാ. പക്ഷേ എൻ്റെ ഒരു പൊക്കം അതിനെ ഒരു ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി. എൻ്റെ അവിടുത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്ന പരിപാടി. ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മാത്രം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടറിയാം ജീവിതത്തിൽ അത് മാത്രമായിട്ട് തീരാൻ പറ്റത്തില്ല. ഫ്രീലാൻസായിട്ട് അവിടെ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി 1 വർഷം വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ. അന്ന് ഉണ്ടാക്കി വെച്ച ഒരു കമ്പനിക്ക് ഉണ്ടാക്കി വെച്ച വലിയൊരു എമൗണ്ട് ഉണ്ട്. അത് ഒരു 35,000 ദിറംസിൻ്റെ അടുത്ത്. 35,000 ദിറംസ് മേടിച്ചുകൊണ്ട് ആൾ പോയ വഴി അറിയാം. പിന്നെ ഞാൻ ആളിനെ കണ്ടിട്ടേ ഇല്ല. ഏതൊരു സംഖ്യയും ചെറുതായാലും വലുതായാലും അത് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ സീറോയിൽ നിന്ന് തുടങ്ങി ജീവിതം ഏതോ ഒരു സംഖ്യയിൽ ചെന്ന് എത്തി നിൽക്കുകയാണ്. ചാർലി എന്ന യുവാവിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു മുഖം തന്നെയാണ്. ഇവിടെയുള്ള പലർക്കും അറിയാം ചാർലി. ചാർലി, നമസ്തേ സാർ. നമസ്തേ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചാർലിയെ കാണുന്നത്. കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര അതിശയം എന്ന് വെച്ചാൽ അതിശയത്തിൻ്റെ ഒരു അത്യുന്നതങ്ങളിൽ പോയി നിൽക്കുന്നത് പോലൊരു തോന്നലാണ് എനിക്കുണ്ടായത്. കാരണം ഞാൻ ചാർലിയെ കാണുമ്പോൾ ചാർലി അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട ചില ജോലികളൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ചില വേദികളിൽ മാജിക് ചെയ്യുന്ന ഒരാളായിട്ടാണ്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ കാണുമ്പോൾ ചാർലി ഒരുപാട് മാറിയിരിക്കുന്നു. അതായത് സ്വന്തമായി ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നു. ചാർലിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ എനിക്ക് അറിയേണ്ടത്, ഞാനിപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സീറോയിൽ നിന്ന് തന്നെ ആയിരുന്നല്ലോ ചാർലിയുടെ തുടക്കം. എങ്ങനെയായിരുന്നു അത്? അതിനെക്കുറിച്ചൊന്ന് പറ. എല്ലാവർക്കും എൻ്റെ സ്നേഹം പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളരെ ഷോർട്ടായിട്ട് പറയാമെങ്കിൽ ഏറ്റവും വലിയൊരു എന്ന് പറയാം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്, അതുകൂടാതെ നമ്മുടെ ഹാർഡ് വർക്ക്, ഇത് രണ്ടും കൂടെ ഒരു പ്ലസ് ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വളരെ ഒരു സക്സസ്ഫുള്ളായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ ചേരാൻ പറ്റിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഹോട്ടലിൽ നിൽക്കുകയായിരുന്നു. ഞാൻ ഹോട്ടലിൽ നിൽക്കുകയായിരുന്നു ആക്ച്വലി. ഞാൻ ഇവിടെ ദുബായിൽ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 23 വർഷക്കാലമായി ആക്ച്വലി. 23 ഇയേഴ്സ് ആയി ആക്ച്വലി. 23 ഇയേഴ്സ് കഴിഞ്ഞ് ആക്ച്വലി. ഞാൻ ഇതിന് മുമ്പ് ഞാൻ വീഗാലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഞാൻ അവിടെ ഒരു ബഫൂണായിട്ട് ജോലി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ജോക്കറായിട്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മേളിലെ കൊമാളിയുടെ നമ്മുടെ ബഫൂണിൻ്റെ തൊപ്പിയൊക്കെ വെച്ച് ഈ വരുന്ന നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യുന്ന പരിപാടിയായിരുന്നു എൻ്റെ ജോലി ആക്ച്വലി. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ 18ാമത്തെ വയസ്സിൽ നമുക്കൊരു ജോലി കിട്ടുകയും അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ജോലി മാത്രമല്ല, ഇതിൽ കൂടെ നമ്മൾ ഉയരണം, ജീവിതത്തിൽ ഒരുപാട് കടമ്പകളെത്തി എങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തണം എന്നുള്ള ഒരു അനുഗ്രഹം വന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ആ ബഫൂൺ എന്ന് പറയുന്ന ജോക്കർ എന്ന് പറയുന്ന ജോലിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ദൈവം സഹായിച്ച് നമ്മുടെ ഹാർഡ് വർക്കും ഫലങ്ങളും കൊണ്ട് ആ ഒരു പൊസിഷനിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റി. അവിടെ ആ വീഗാലാൻഡ് എന്ന് പറയുന്ന വണ്ടർല, ഇപ്പോൾ അറിയപ്പെടുന്ന വണ്ടർല വീഗാലാൻഡ് എന്നറിയപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൽ 1 വർഷക്കാലം ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് ദുബായിലേക്ക് എത്തിപ്പറ്റുമായിരുന്നു ആക്ച്വലി. അങ്ങനെയാണ് ഇപ്പോൾ 23 ദുബായിലേക്ക് വരാൻ തന്നെ ഒരു കൃത്യമായ കാരണം ഉണ്ടാവുമല്ലോ. ചാർലി പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഒരു സാരാംശം. അതായത് നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഒരു പക്ഷേ കുടുംബം നയിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? സാധാരണക്കാരിൽ ഒരാളെ പോലെ തന്നെ എനിക്കൊരു ഗവൺമെൻറ് എംപ്ലോയിയെ പോലെ തന്നെ അന്ന് അവിടുന്ന് കുഴപ്പമില്ലാത്ത ആ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു എനിക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവരെൻ്റെ പെർഫോമൻസ് ബേസിൽ അവരെന്നെ കണ്ടിട്ട് കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് എടുത്ത ആളെ എന്നെ അവിടുത്തെ കമ്പനി എംപ്ലോയിയൊക്കെ ആക്കി നിയമിച്ചു. അപ്പം എൻ്റെ ജോലിയിൽ ഉള്ള
ഉള്ളതുകൊണ്ട് അവരെന്നെ കമ്പനി എംപ്ലോയി ആയിട്ട് എടുത്തു. പക്ഷേ അന്നേരം കുഴപ്പമില്ലാത്തൊരു ശമ്പളമാണ്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഉപരി നമുക്കിതല്ല, ഇതിനൊക്കെ മേലിൽ ദൈവാനുഗ്രഹം കൊണ്ട് എത്തിപ്പറ്റണം എന്നുള്ള ഒരു ഹാർഡ് വർക്കിൽ അവിടെ ഒരുപാട് വരുന്ന നല്ല നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല സംസാരിച്ച് നമുക്കിതല്ല, വേറെ ഇതിനേക്കാൾ വലിയ വലിയ മേഖലകളുണ്ട് അവിടെ. അല്ല, ഈ ഗൾഫിലേക്ക് വരാനുള്ള ഒരു തീരുമാനം ചാർലി സ്വന്തമായിട്ട് എടുത്തതാണോ അതോ ആരെങ്കിലും? ഗൾഫിലേക്ക് വരാനുള്ള തീരുമാനം ഞാൻ സ്വന്തമായിട്ട് എടുത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലേക്ക് ഇവിടെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനെ പരിചയപ്പെട്ട് അവരുമായിട്ട് സ്നേഹം പങ്കിട്ട് അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അപ്പം അവരുടെയൊക്കെ ഒരു ശമ്പളം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഞെട്ടലുണ്ടാകും ഉള്ളത്. ഓരോരുത്തരുടെയൊക്കെ അന്നത്തെ സമയത്തൊക്കെ ടോക്കിംഗ് അബൌട്ട് 23 ഇയേഴ്സ് ബിഫോർ, ഞാൻ 23 വർഷത്തിന് മുമ്പുള്ള കഥയാണ് സംസാരിക്കുന്നത്. അന്ന് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അവരുടെയൊക്കെ ഒരു ശമ്പളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പടപട പൊട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരും, എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ ആയിക്കൂടാ, എനിക്കും പറ്റും എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു പൊക്കം അതിനെ ഒരു ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല ആക്ച്വലി. പിന്നെ ബാക്കിയുള്ള വേറെ പല ജോലികളിലാണ് ഇവിടെ ഗൾഫ് മേഖലകളിലൊക്കെ ആൾക്കാർക്കൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻജിനീയർമാർ അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് ഒരു AC അല്ലെങ്കിൽ പ്ലംബേഴ്സ് അല്ലെങ്കിൽ ഒരു മാനേജർ അങ്ങനെയൊക്കെയുള്ള. പക്ഷേ അതിനൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് ഭയങ്കര കുറവായിട്ടുള്ള ഒരാളാണ് ഞാൻ ആക്ച്വലി. ഇപ്പം എനിക്ക് ടെക്നിക്കൽ പരമായിട്ടുള്ള അങ്ങനെയുള്ള വർക്കുകളും അറിയത്തില്ല. അപ്പോൾ ഇതിന് പറ്റിയ മേഖല എന്താണ്, അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഞാൻ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ കൂടെ തന്നെ കടന്ന് എത്തിപ്പറ്റുക എന്നുള്ള, അതിൽ എന്താണ് അങ്ങ് എത്തിപ്പറ്റാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ വരുന്ന ആൾക്കാരുമായിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു ചാൻസ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഗൾഫിലേക്ക് കിട്ടുമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം മാജിക്ക് പഠിക്കാൻ ഒരു തീരുമാനം എടുത്തത് അല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ വീഗാലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ബഫൂണായിട്ട് നിൽക്കുന്ന സമയത്ത് മാജിക്ക് ചെയ്യുമായിരുന്നു. അന്നേരം മാജിക്ക് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ ഈ എപ്പോഴും ഈ ഒരു ജോലി മാത്രം ചെയ്തിട്ട് കാണുന്നവർക്കും ബോറിംഗ് ആവും, നമുക്ക് ചെയ്യുന്നവർക്കും അവിടെ ഒരു ജീവിതത്തിൽ ഒരു സക്സസ് ഒരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല ആക്ച്വലി. എൻ്റെ അവിടുത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്ന പരിപാടി. ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മാത്രം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടറിയാം ജീവിതത്തിൽ അത് മാത്രമായിട്ട് തീരാൻ പറ്റത്തില്ല. അതിനൊക്കെ ആ ജോലിയിൽ കൂടെ എന്താണ് നമുക്ക് നമ്മുടെ വരുന്ന ആൾക്കാരെ ഓഡിയൻസിനെ എത്രമാത്രം ഒരു ഹാപ്പി ആക്കി ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത് വിടാൻ പറ്റുന്നത് എന്താണെന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ച് അങ്ങനെ എന്ന് പറയുക ഈ മാജിക് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുകയും സ്വന്തമായിട്ട് ഞാൻ മജീഷ്യന്മാർ അങ്ങനെ എടുത്ത് പോയിട്ട് അങ്ങനെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ശരി. പിന്നെ അങ്ങനെ മാജിക്കിൻ്റെ ഷോപ്പിലേക്ക് പോയി. അതും കൂടാതെ നമ്മുടെ ഒരു ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഒരു പെർഫോമർ അവിടെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചെയ്യുന്നത് കണ്ടു. നമ്മളൊരു 1 മന്ത് പുള്ളിയുടെ പുറകിൽ നടന്ന് നല്ലൊരു ഫ്രണ്ട്സായിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചും പുള്ളി സ്നേഹത്തോടു കൂടി നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ പോയിട്ട് അന്നത്തെ ഒരു മാജിക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഇതെന്തൊക്കെയോ വലുതായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ ഒരു ജീവിത പ്രശ്നമാണല്ലോ, ഒരു ധൈര്യത്തിനങ്ങ് സംഭവം അങ്ങ് ചെയ്യുക. ഞാനും ഇതിലെ വലിയൊരാളാണെന്നുള്ള രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മളും അങ്ങ് പെർഫോമിങ് ചെയ്യുകയാണ് ആക്ച്വലി. അവിടുന്ന് കിട്ടിയ ഓരോരോ കോൺഫിഡൻസാണ് നമുക്ക്. പിന്നെ അതൊക്കെ കണ്ടാണ് എന്നെ ഇവിടെ ഗൾഫിലേക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ സെയിം ജോലിക്ക് തന്നെ ഞാൻ അവിടെ എന്താണോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബഫൂണായിട്ട് ചെയ്യുന്ന ജോലിക്ക് തന്നെ എന്നെ ഇവിടേക്ക് വിളിച്ചത്, ജോക്കറായിട്ട് തന്നെ ഇവിടെ വിളിച്ചത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അങ്ങനെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് ഞാനിവിടെ വന്ന് പെട്ട് അവിടെ നിന്നുകൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അവിടെ ആ കമ്പനിയിൽ 3 വർഷം നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി ജോലി ചെയ്ത കാര്യങ്ങൾ. പിന്നെ 3 കറക്റ്റ് പറഞ്ഞാൽ 4 വർഷക്കാലം കറക്റ്റായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് ഒരു കമ്പനി ഒരു സ്പോൺസർ തമ്മിലുള്ളൊരു ചെറിയൊരു ഇഷ്യൂ കൊണ്ട് ആ കമ്പനി ഒരു ക്ലോസ് ചെയ്യേണ്ട ഒരു ഇത് വന്നു. പിന്നെ ആ കാലത്ത് നമുക്കറിയാം ഈ ഇവിടെ ദുബായിൽ കിട്ടുന്ന ഫ്രീലാൻസായിട്ട് കിട്ടുന്ന വിസ ഉണ്ടായി ശരി. അങ്ങനെ ഫ്രീലാൻസായിട്ട് ഞാൻ ഒരിടത്തോട്ട് ജോലിക്ക് കയറുമായിരുന്നു ചെയ്തത് ശരി. പഴയ കമ്പനിയിൽ എന്താണോ ചെയ്തതെന്ന് വെച്ചാൽ അത് ഞാനും അങ്ങോട്ട് ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഓൾറെഡി നല്ലൊരു കോൺഫിഡൻസ്
ലെവൽ വന്നത്. അപ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിത്. പക്ഷേ അവരുടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരു 1 ഇയർ വർക്ക് ചെയ്തുള്ളൂ ആക്ച്വലി. അവിടുന്ന് ആ ഒരു 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനി ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അതിലും ഒരുപാട് ചീത്തകളും മോശങ്ങളും ഒക്കെ ഉണ്ടായി. അന്ന് ഞാൻ ഈ പറഞ്ഞ മാതിരി അന്നൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി വലിയ ഇന്നത്തെ കൂട്ടല്ല. ഇന്നിപ്പോൾ ഒരു ദുബായിലൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ അന്ന് എനിക്ക് അതാണ് ഇപ്പോഴും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അന്നൊരു ചെറിയ സാലറിയൊക്കെ കാണുള്ളൂ. ചെറിയ സാലറി. അന്ന് ഞാൻ ഈ ഫ്രീലാൻസായിട്ട് അവിടെ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി 1 വർഷം വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ. വലിയ ശമ്പളമൊന്നും ഇല്ല. അത് ആ ശമ്പളം കൊണ്ടുവന്നിട്ട് നമ്മൾ അന്ന് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അന്ന് ആ ശമ്പളം കൊണ്ടുവന്നിട്ട് നമ്മളെ ശമ്പളം കൂട്ടി കൊണ്ടുവച്ചിട്ട് ഒരു ഡയറി ഉണ്ട്. ഡയറിക്കകത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കും, അടുക്കി വെക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ ഒരു കമ്പനി ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത. അപ്പം നമ്മൾ ഓരോ മാസത്തിൽ നമ്മുടെ ശമ്പളം കിട്ടുന്നതും പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മളല്ലാതെ ഈ പാർട്ടിയും കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യുന്നതും ഒക്കെ എല്ലാം കൊണ്ടൊക്കെ ഒപ്പിച്ച് വെച്ച്. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. ഇച്ചിരി എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. അയച്ചു ഞങ്ങൾ ഇത്രയും പേരാണ് അയച്ചു. അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അന്നേ നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റണമെന്നുള്ളൊരിതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന പൈസകളെല്ലാം കൂടെ നമ്മൾ ഡയറിക്കകത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോലെ അതുപോലെ എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ അന്ന് പെട്ടി പോലും ഇല്ല, ബാഗ് കാണാം. ബാഗിനകത്തിൽ ഏറ്റവും അടിയിൽ ആരും കാണാതെ വെക്കും. അത് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലെടുത്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് ചെയ്തത്. അന്ന് ആ പൈസ അങ്ങനെ കൂട്ടി വെച്ച് അത് ഒരു വർഷക്കാലമായപ്പോൾ നമ്മളൊരു കമ്പനി ഉണ്ടാക്കേണ്ട പൈസ ആയിക്കഴിഞ്ഞു നമുക്ക്. എന്നിട്ട് ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ ഇറങ്ങുമായിരുന്നു. ഞാൻ 1 വർഷക്കാലം അവരോട് നിന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവാധീന കുറവും നമ്മുടെ ഒരു ഭാഗ്യക്കേടും എന്ന് പറയാമല്ലോ. ശരി, അന്ന് ആ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി വെച്ച വലിയൊരു എമൗണ്ട് ഉണ്ട്. അത് ഒരു 35,000 ദറംസിൻ്റെ അടുത്തുണ്ട്. 35,000 ദറംസിൻ്റെ അടുത്ത് അയച്ചു. എന്നാ ഇപ്പം കേൾക്കുന്ന ഓഡിയൻസിനായിരിക്കും ചിലപ്പോൾ അതൊരു 35,000 രൂപ ചിലർക്ക് അതൊന്നും വലിയ സംഭവം. പക്ഷെ നമ്മളെ അപേക്ഷിച്ചിട്ട് നമ്മളെ ചിലവും കാര്യങ്ങളും വീട്ടിലയച്ചു കൊടുക്കുന്നതും എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച പൈസയാണ് അയച്ചത്. ആ പൈസ ഒരാളെടുത്ത് ഞാൻ നമ്മുടെ കമ്പനി സ്ഥാപനം ഓപ്പൺ ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട് ഈ 35,000 ദറംസ് കൊടുക്കുകയാണ്. ആദ്യത്തെ അതിൻ്റെ കമ്പനിയുടെ ഫോർമാലിറ്റിയും കാര്യങ്ങളും ചെയ്യാനെ കൊണ്ട് വേണ്ടി ഈ 35,000 ദറംസ് കൊടുക്കുകയാണ്. ആ 35,000 ദറംസ് മേടിച്ചുകൊണ്ട് ആൾ പോയ വഴി അറിയാം. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ളൊരിതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അവിടെ ഒരിക്കലും ആ 35,000 പോയി. ആ 35,000 കമ്പനി തുടങ്ങാനും പറ്റില്ല. ആ 35,000 ദറംസിൽ നിന്ന് എനിക്കൊരു 3,000 ദറംസാണ് കിട്ടിയത്. ശരി, ആളുടെ കയ്യിൽ നിന്ന്. ശരി, എന്നിട്ടും പിന്നെ നമ്മൾ അവിടെ തളർന്നില്ല. ഈ കൊണ്ടുപോയ ആളെ പിന്നെ കൊണ്ടുപോയ ആളെ പോയി പലയിടത്തും പോയി മീറ്റ് ചെയ്യാനൊക്കെ നോക്കി, പറ്റിയില്ല. പിന്നെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് പുള്ളീനെ മീറ്റ് ചെയ്ത് അങ്ങനെ പുള്ളി എങ്കിൽ പിന്നെ ഒരു 3,000 ദറംസ് എനിക്കന്ന് ഒരു ട്രാൻസ്ഫർ ചെയ്ത് തരുമായിരുന്നു. ഒരു എക്സ്ചേഞ്ച് വഴി ട്രാൻസ്ഫർ ചെയ്ത് തരുമായിരുന്നു. ഈ 35,000 രൂപ കൊടുത്ത് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഒരു 3,000 ദറംസ് എനിക്ക് തരുമായിരുന്നു ചെയ്ത് അയച്ചത്. എന്നിട്ട് പക്ഷേ ഞാൻ തളരാൻ നിന്നില്ല. വീണ്ടും ബുക്കിനകത്ത് പൈസ പിന്നെയും ഞാൻ ക്യാഷ് ഉണ്ടാക്കി പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് ഇറങ്ങുമായിരുന്നല്ലോ. പിന്നെ നമുക്കൊരു നിവൃത്തിയില്ലാതെ പിന്നെ നമ്മൾ വിസിറ്റിൽ ഇവിടെ നിന്നുകൊണ്ട് അത്യാവശ്യം ജോലി ചെയ്ത് കുറച്ച് ക്യാഷുകൾ കണ്ടെത്തി. പിന്നെ അത് നമുക്കിങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് പിന്നെ 2ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ജോലി ചെയ്ത കാശ് വേണ്ട വിധത്തിൽ അത് മറ്റുള്ളവരുമായിട്ട് കൺവിൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ 2ാം ഘട്ടം ഞാൻ എൻ്റെ കമ്പനി ഓപ്പൺ ചെയ്യുമായിരുന്നു ചെയ്തത്. ശരി.